അമ്മയല്ല, അച്ഛയാണ് ഓടിക്കുന്നത്. ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എന്നോട് കുറേ പേര് ചോദിച്ചു, ചേച്ചി വീഡിയോ കുറച്ച് ലോങ് വീഡിയോസ് ആക്കി ചെയ്യുമെന്ന്. പക്ഷെ ഇന്നത്തെ വീഡിയോ അത്ര ലോങ് ആകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എൻ്റെ ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു. നമ്മൾ പറഞ്ഞ ഊടിട്ടടാണ് തന്നെ ഊരി ഓടി വായോ. നടന്ന് ഓടിയിടണോ വേഗം, നമ്മൾ ലേറ്റ് ആയി. ലേറ്റ് ആയി, കാറൊന്നും വരൂല്ലേ, ഓടി വാ ഓടി വാ. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ഞാൻ ഓഫാണ്. ഞാൻ മാത്രമല്ല, സനിയുടെയും ഡേ ഓഫാണ്. ഞങ്ങൾ 36 hours ആണ് വർക്ക് ചെയ്യണത്. അതായത് ഒരു ദിവസം ഞങ്ങൾ 9 hours വെച്ച് 4 days വർക്ക് ചെയ്യും. ഈ പാർട്ട് ടൈം ജോബ് നെതർലാൻഡ്സിൽ ഭയങ്കര കോമൺ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് പക്ഷേ ഓഫാണെങ്കിൽ നമുക്ക് രാവിലെ വീട്ടിലിരിക്കാൻ സമയമൊന്നുമില്ല. നമ്മളിപ്പോൾ രാവിലെ പോണത് ഇവിടുത്തെ ഹെമന്തയിലാണ്. ഹെമന്ത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിന്നോ കോർപ്പറേഷൻ എന്നൊക്കെ പറയാം. ഞങ്ങളുടെ കസിൻ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ഈ സമ്മറിൽ. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള വിസ ഇൻവിറ്റേഷൻ ഫോം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ ചെന്ന ഉടനെ ആർക്ക് വേണ്ട സ്ഥലം ആര് കണ്ടുപിടിച്ചിട്ടോ. ഇവിടുത്തെ പ്രോസസ്സൊന്നും അധികം നേരം എടുത്തൊന്നുമില്ല, വേഗം തീർന്നു. ജസ്റ്റ് ഒരു സിഗ്നേച്ചർ മാത്രമേ നമുക്ക് വേണ്ടിയിരുന്നുള്ളൂ. ആ ടോട്ടൽ സിഗ്നേച്ചർ 4 എണ്ണം വേണമായിരുന്നു. 2 ഫോം ഉണ്ടായിരുന്നു, 2 ഗസ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ 4 സിഗ്നേച്ചറും കൂടി 32 euros ആയി. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോന്നു. ഇപ്പോൾ പോകുന്ന വഴിയിൽ ഈ ഫാം ടോക്കോലൊന്ന് കയറി. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലോക്കൽ ഫാമേഴ്സിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ ചെന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അവിടെ പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ബേസിക് നീഡ്സ് ആയ എഗ്ഗ്, മിൽക്ക്, ചീസ്, ബ്രെഡ്, കുറച്ച് ഫ്രൂട്ട്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബ്രെഡും ഒരു ഫ്രഷ് ജ്യൂസും എടുത്തു. പിന്നെ വീട്ടിലേക്ക് വന്നു. എനിക്കിന്ന് വലിയ ലഞ്ച് പ്ലാനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യും. പിന്നെ ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗും. അതാണ് ഇന്നത്തെ പ്ലാന്. ബട്ടറാ? या करालो ये यूंगा लेकर या ഇഷ്ടമായോ? അത് കിവിയാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ സനിയോട് ചോദിച്ചു, സനി എനിക്കൊരു റീൽസ് എടുത്തു തരുമെന്ന്. കാര്യം കുറച്ച് ദിവസമായിട്ട് മറ്റേ വണ്ടിനെത്തെ ഇടും എന്നുള്ള ആ ഒരു പാട്ട് എന്നെ ഹഠാത് ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. സനി പറഞ്ഞു, സനിക്ക് എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോൾ പുറത്ത് പോകണം, പക്ഷേ അതിന് മുന്നേ കുറച്ച് സമയമുണ്ട്, അപ്പോൾ എനിക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട പാതി ഞാൻ പോയി ഇതാ ഡ്രസ്സ് ചെയ്തു. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞതാ ഇവിടെ വന്നു. ഇനിയിപ്പോൾ ഇതാ പോയിട്ട് കുറച്ച് റീൽസ് എടുത്തിട്ട് വരാം. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നിരിക്കാം. പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. എനിക്ക് ഇപ്പോൾ നെയ്ത്തനെയും ഡാനിനെയും കൂടി ഓഫീസിൽ നിന്ന് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം. പക്ഷെ നല്ല മഴ. ഞങ്ങളങ്ങനെ റീലൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സനിക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു ക്യാമറ ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സനി അങ്ങോട്ട് പോയി. ഇപ്പോൾ ഇതാ മണി 3 മണിയാവാൻ പോണു. 3 മണിയാകുമ്പോൾ നെയ്ത്തനും ഡാനിയും സ്കൂൾ കഴിയും. അപ്പോൾ ഇനി അവരെ പോയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനും മാരിയും ഉണ്ട് കൂടെ. അല്ല ആരി? യാ. എവിടെ? അയ്യോ, ഞാനങ്ങനെ എല്ലാത്തിനെയും സ്കൂളിൽ നിന്നൊക്കെ എടുത്തു. നമ്മളെങ്ങനെ തിരിച്ച് പൊക്കി പിടിക്കൂ കണ്ട. ഗൈസ്, നടക്കുവോ? വേണ്ട, ഡാനുവിന് വീട്ടിൽ പോകണ്ട. എന്താ ഡാനു? കുറച്ച് നേരം ഇവരുടെ കുറച്ച് പരിഭവ കഥകളൊക്കെ എനിക്ക് കേൾക്കാനുണ്ട് സ്കൂളിലുള്ള. അപ്പോൾ ഡാനിയുടെ ഓരോ കഥകൾ പറയുകയാണ്, നെയ്ത്തനും ഓരോന്നും പറയാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ സനി ക്യാമറയെല്ലാം കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സനി ഇപ്പോൾ തന്നെ അടുത്ത സനിയുടെ പരിപാടിയായ ഷോർട്ട് ഫിലിമിൻ്റെ റിഹേഴ്സൽ എന്ന് പറഞ്ഞിട്ട് പോകും. നമ്മൾ സ്നാക്സ് ഒക്കെ കഴിച്ചു. ഇവരിപ്പോൾ ലെഗോസ് കളിക്കുകയാണ്. എന്നെ ഇടയ്ക്ക് വിളിക്കും കളിക്കാൻ വേണ്ടിയിട്ട്. എനിക്കും ഇഷ്ടമാണ്.
വെയിറ്റ് ചെയ്യൂ ഗൈസ്. നെയ്തൻ കണ്ണ വെയിറ്റ് ചെയ്യൂ, ഞാൻ വരാം, വെയിറ്റ് ചെയ്യൂ. ഇനി നമുക്കൊന്ന് ഹോഫ്ദോഫ് സെൻട്രം വരെ പോകണം. ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. അതിന് കാര്യം നമ്മൾ കാറിലിരുന്ന് ഡാനി പറഞ്ഞ പരിഭവമാണ്. കാര്യം ഡാനിക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാനി സ്കൂളിൽ വെച്ചിട്ട്. അത് നമ്മൾ നാട്ടിൽ പോയപ്പോഴായിരുന്നു നമുക്കത് വാങ്ങിക്കായിരുന്നു. പക്ഷെ അതെനിക്ക് മിസ്സായി. അപ്പോൾ അതിൻ്റെ ഒരു പരിഭവമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് പോയിട്ട് കുറച്ച് ആർട്ട് വർക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. വീഡിയോ എടുക്കാണോ? ഇന്ന് നമ്മള് എന്താ ചെയ്യാൻ പോണേരോ? അത്രയും മതി. അമ്മേനെയാണോ കാണുന്നത് അത് ആരെയാണോ കാണുന്നത്? കുറച്ച് ദൂരം അത് മതി. ആര് ജനിക്കുന്നവരെ എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിലും ഞാനിവിടെ ഡ്രൈവ് ചെയ്യില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 5 പേരായപ്പോഴാണ് അതിൻ്റെ നെസസിറ്റി എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അതുമാത്രമല്ല ഞാൻ ഡ്രൈവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ സനിക്കും അത് വലിയൊരു ഹെൽപ്പാവുമെന്ന് എനിക്ക് തോന്നി. അതിനു മുന്നേ വരെ സനിയാണ് കുട്ടികളെ പിക്ക് ചെയ്യണതും ഗ്രോസറി സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതൊക്കെ സനിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനും ഇപ്പോൾ ഡ്രൈവ് ചെയ്യണതുകൊണ്ട് അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എനിക്കിപ്പോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഇപ്പോൾ കുട്ടികളാണെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിലോ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലോ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വളരെയധികം ആൾക്കാർക്ക് അഡ്വൈസ് ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ, ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ പോയി പഠിക്കുക എന്നുള്ളത്. നമ്മുടെ പാർട്ട്ണർ ചിലപ്പോൾ നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോകുമായിരിക്കും, അവർക്ക് ഒരു മടി ഉണ്ടാവില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടേതായ രീതിയിൽ ചെറിയ ഇങ്ങനത്തെ ഹെൽപ്പുകളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ നമ്മളിവിടെ ഹോഫ്ദോർ വിങ്കിൾ സെൻറ്ററിൽ എത്തി. ഇത് അത്യാവശ്യം ഒരു വലിയൊരു ഷോപ്പിംഗ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഗ്രോസറീസ് ഉണ്ട്, ഡ്രസ്സുകളുണ്ട്, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും നമുക്കിവിടെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. നമ്മളങ്ങനെ ആദ്യം വന്നത് ഈ വൈറ്റമിൻ സ്റ്റോറിലാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ ഇവർക്ക് വേണ്ട മൾട്ടി വൈറ്റമിൻ ഡി എല്ലാം വാങ്ങിക്കാറ്. അങ്ങനെ വൈറ്റമിൻസ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സാറയിൽ പോകണമായിരുന്നു. നെയ്തൻ പെട്ടെന്ന് പൊക്കം വെച്ച് പോവാണ്. അപ്പോൾ മോസ്റ്റ്ലി അവൻ്റെ ജീൻസുകളെല്ലാം ചെറുതായി. അപ്പോൾ അവനൊരു ജീൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. പക്ഷേ നമ്മൾ ജീൻസ് കുറേ നെയ്ത്തിന് നോക്കിയെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല. അവസാനം എനിക്കൊരു ടോപ്പ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. സാറയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വിശക്കുണ്ടെന്ന്, അവർക്ക് പത്താത്ത് വേണമെന്ന് പറഞ്ഞു. പത്താത്ത് എന്ന് പറഞ്ഞാൽ ഫ്രൈസ്. പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഫ്രൈസ് കടയിൽ കയറി. അപ്പം നെയ്ത്തിന് മാത്രം ഫ്രൈസ് മതി, ബാക്കി 2 പേർക്കും സോഫ്റ്റ് ഐസ് മതി എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ പത്താത്തെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് വേണ്ടിയുള്ള ആർട്ട് വർക്ക് വാങ്ങിക്കാനുള്ള കടയിൽ വന്നു. ഇവിടെ നിന്ന് നമ്മൾ ക്യാൻവാസും കുറച്ച് അക്രിലിക് പെയിൻറ്റ്സും പിന്നെ ബ്രഷ് എല്ലാം വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീടെത്തിയ പാടെ തന്നെ മൈക്കലാഞ്ചലോ, പിക്കാസോവും ഡാവിഞ്ചിയും കൂടി പെയിൻറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഈവനിങ് കഴിഞ്ഞു, ഡിന്നർ ഉണ്ടാക്കാനുള്ള ടൈമായി. അപ്പോൾ അവരവിടെ ഇരുന്ന് പെയിൻറ്റ് ചെയ്തോളും. ഞാനെന്നാൽ ഡിന്നർ ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഡാനു ഹാപ്പിയാണോ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണോ? ഓക്കെ. നമ്മുടെ ഡിന്നറും ഇന്ന് വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിന്നറാണ്. നമുക്കിങ്ങനെ ഒരു റെസിപ്പി പാക്സ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സിൽ വാങ്ങിക്കാൻ കിട്ടും. മോസ്റ്റ്ലി എല്ലാ ഇൻഗ്രീഡിയൻസും അതിനകത്ത് ഉണ്ടാവും. എക്സ്ട്രാ എന്താ വേണ്ടെന്നുള്ളത് അവർ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു റാപ്പാണ്. അങ്ങനെ ഞാൻ ഡിന്നറൊക്കെ ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സനി എത്തി, കൂടെ വിഷ്ണു എത്തി, ഐഷു ഉണ്ടായിരുന്നു. ആൽബർട്ടിനോട് പറയാം. അതിന് ടേസ്റ്റിംഗ് ഉണ്ട് ഇത്. അങ്ങനെ നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു, വയറൊക്കെ നിറഞ്ഞു. നമ്മൾ ഈ കൗച്ചിൽ വന്നിരിപ്പായി. ഇനി നമുക്ക് കുറച്ച് കൊതിയും നുണകളൊക്കെ പറയാനുണ്ട്. അതൊക്കെ ഞങ്ങൾ പറയട്ടെ. നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ടിൽ വി മീറ്റ് അഗെയിൻ, കൊച്ചിക്കാരി സൈനിങ് ഓഫ്. ബൈ ബൈ.